ക്രിസ്തുമസിന്റെ തിരുപ്പിറവി നിറവിൽ നാളെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് കേരളം. പള്ളികളിൽ ഇന്ന് പ്രത്യേക പ്രാർത്ഥനയും പാതിരാ കുർബാനയും ഉണ്ടാവും. ആഘോഷത്തിനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് വിശ്വാസികൾ. സുനുഷ ഏലൂർ LMS പള്ളിയിൽ നിന്ന് ചേരും നമുക്കൊപ്പം. സുനുഷ ഏലൂർ, വെരി ഗുഡ് മോർണിംഗ്. മെരി ക്രിസ്മസ്. നാളെ ആണെങ്കിലും നേരത്തെ തന്നെ അഡ്വാൻസ് ക്രിസ്മസ് വിളിച്ചാട്ടെ. ചുവപ്പ് വസ്ത്രമൊക്കെ ഇട്ടിരിക്കുകയാണല്ലോ, ഒരു സാന്താക്ലോസിനെ കാത്തു നിൽക്കുന്ന പോലെയുണ്ട്. പുറകിലെന്താ, മഞ്ഞാണോ അതോ മഞ്ഞിന്റെ മാതൃകയിലാണോ, പുൽക്കൂട്ടിലാണോ, എങ്ങനെ ആഘോഷ തിമിർപ്പിലാണോ വിശ്വാസികൾ? അരുൺ, ആദ്യം തന്നെ അഡ്വാൻസ് മെരി ക്രിസ്മസ്. ഈ പറഞ്ഞതുപോലെ സാന്റയെ കാത്തു നിൽക്കുകയാണോ എന്നുള്ളതാണല്ലോ ചോദിച്ചത്. പക്ഷേ ഇവിടെ LMS പള്ളിക്ക് മുന്നിലെത്തിയാൽ ഇതാ സാന്റ ഇങ്ങനെ വരുന്ന കാഴ്ച തന്നെ കാണാൻ പറ്റും. ഇതാ മഞ്ഞ് മലയാണ്, മഞ്ഞുമലയിൽ ഇങ്ങനെ സമ്മാനങ്ങളുമായി മാനുമായി എത്തുന്ന സാന്റ. ആ സാന്റയുടെ ഒരു ദൃശ്യം ഇങ്ങനെ ആവിഷ്കരിച്ചിട്ടുണ്ട് ഈ LMS പള്ളിയുടെ അകത്ത് എന്നുള്ളതാണ്. ഇത് മാത്രമല്ല കേട്ടോ, ഇതൊരൊറ്റ കാഴ്ചയാണ്. അപ്പുറത്തൊക്കെ വലിയ വലിയ കാഴ്ചകൾ, 20 അടി ഉയരത്തിലുള്ള സാന്റ, ഒപ്പം തന്നെ 120 അടി ഉയരത്തിലുള്ള ക്രിസ്മസ് ട്രീ. അങ്ങനെ വ്യത്യസ്തമായി തിരുവനന്തപുരം ഫെസ്റ്റ് എന്ന പേരിൽ തിരുവനന്തപുരം അങ്ങ് ക്രിസ്മസ് ആഘോഷത്തിലേക്ക് കടന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഒരുപാട് സർപ്രൈസ് ഉണ്ടായിരുന്നു. ഒരുപക്ഷെ ഈ മഞ്ഞുമല ഇങ്ങോട്ട് ഇങ്ങനെ വന്നാൽ ഇതാ മഞ്ഞുമലയുടെ തൊട്ട് ഇപ്പുറത്തായി ഒരു മുന്തിരിവള്ളിയൊക്കെ പടർന്ന ഒരു ഗുഹ കാണാൻ കഴിയും. അരുൺ, ഒരുപക്ഷെ എനിക്കൊരു 30 സെക്കൻഡ് എന്നാൽ നമുക്ക് ഈ ഗുഹ കടന്ന് അപ്പുറത്ത് പോകാം. സ്വാഭാവികമായും നമ്മുടെ യേശു ക്രിസ്തു ജനിച്ച ബത്ലഹേമിന്റെ പട്ടണത്തിലേക്ക് എത്തുന്ന ഒരു പ്രതീതി ഇതിലേക്ക് കിട്ടുമെന്നുള്ളതാണ്. അതായത് നമ്മളിത് ഈ ഗുഹയിലേക്ക് കയറുകയാണ്. LMS പള്ളിയിലെ ആ മഞ്ഞുമല കണ്ടു, സാന്റ ഇങ്ങനെ സമ്മാനങ്ങളൊക്കെ ആയി ആളുകളിലേക്ക് എത്തുകയാണ്. അങ്ങനെയാണല്ലോ ഒരു ഈ സ്നേഹവും ഒക്കെയായി അതിർവരമ്പില്ലാതെ സാന്റ ഈ ആകാശവും ഭൂമിയും ഒക്കെ കടന്ന് ഇവിടേക്ക് എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷയും സങ്കല്പവും ഒക്കെ ഈ ക്രിസ്മസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ. അങ്ങനെ നമ്മളിതാ ഈ ഗുഹ കടന്നു പോയാൽ മറ്റൊരു ലോകത്താണ് കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടതൊരു മഞ്ഞുമലയുടെ ഒരു ഭാഗമാണെങ്കിൽ ഈ ഒരു ഗുഹ കടന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് എത്തുകയാണ്. ഇന്ന് രാവിലെ ആയതുകൊണ്ടാണ്, രാത്രിയൊക്കെ ആകുമ്പോൾ ഇവിടെയൊക്കെ ലൈറ്റൊക്കെയാണ്. ഇനി ഇതാ നമ്മളിങ്ങനെ ബത്ലഹേമിന്റെ ഒരു ദൃശ്യത്തിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം യേശു ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ് എന്ന സങ്കല്പമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അത്തരം ഒരു പുൽക്കൂടൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇതാ കൃത്യമായി ആ ബത്ലഹേമിന്റെ ആ ഒരു തൊഴുത്ത സങ്കല്പം എന്നുള്ള രീതിയിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വലിയ പുൽക്കൂടാണ്. ഒരു ഭാഗം തന്നെ അത്തരത്തിലൊരു പുൽക്കൂടിനായി മാറ്റിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ലാളിത്യം, വിനയം, ദരിദ്രരോടുള്ള ഐക്യം, ഇതെല്ലാം കാണിക്കുന്ന തരത്തിലായിരുന്നു യേശുവിന്റെ ജനനം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആഡംബരമില്ലാത്ത ലോകത്തിലേക്ക് വന്ന ദൈവസ്നേഹത്തിന്റെ സന്ദേശം എന്നൊരു കാര്യം കൂടി ഈ ക്രിസ്മസ് മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുകൊണ്ട് അന്ന് ഒരുപക്ഷെ നമ്മളിപ്പോ എപ്പോഴും ഈ കഥകളിൽ പറയുന്നത് പോലെ അല്ലെങ്കിൽ കേട്ടതുപോലെ അത്തരം ഒരു ദൃശ്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു പുൽക്കൂട്, അതിന്റെ ചുറ്റിലുമുള്ള സാഹചര്യം അതെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഉണ്ണിയേശു ജനിച്ച കാലിത്തൊഴുത്തൊക്കെ തന്നെയും ഇവിടെ കൃത്യമായി കാണാൻ കഴിയും. അങ്ങനെ ഓരോ ഇടങ്ങളിലും വരുൺ ഈ LMSന്റെ ഭാഗത്തേക്ക് വന്നാൽ ഓരോ ഇടങ്ങളിലും അങ്ങനെ യേശുക്രിസ്തുവുമായി റിലേറ്റ് ചെയ്യുന്ന ഓരോ ഇടങ്ങൾ. ഇതിപ്പോ കാലിത്തൊഴുത്താണെങ്കിൽ അപ്പുറത്ത് മഞ്ഞുമലയിൽ സാന്റ എത്തുന്നുണ്ട്, അപ്പുറത്ത് ക്രിസ്മസ് ട്രീ ഉണ്ട്. പിന്നീട് 5000-ത്തിലധികം നക്ഷത്രങ്ങൾ ഇങ്ങനെ ഒരുക്കി വലിയ തരത്തിലുള്ള ആഘോഷം തന്നെയാണ് തിരുവനന്തപുരത്തുള്ളത്. ഇത് ചെറിയൊരു കാഴ്ച മാത്രമാണ്. ഇനി കനകക്കുന്ന് പോയാൽ, പാളയത്ത് പോയാൽ, വെട്ടുകാട് പോയാൽ അങ്ങനെ എല്ലായിടത്തും ആഘോഷം തുടങ്ങിയിട്ടുണ്ട്. ഈ നാട്ടിലുള്ള മുഴുവൻ ക്രിസ്മസ് ആഘോഷങ്ങളുടെ ദൃശ്യങ്ങളും പ്രേക്ഷകരിലേക്ക് കൊടുക്കണം. സുനുഷേതിന് ചുമതല ഏൽപ്പിച്ചിരിക്കുന്നു. എല്ലാ പള്ളികളിലും, വെട്ടറോഡ് പള്ളിയിലാണെങ്കിലും ഒക്കെ പോയിട്ട് വരുമ്പോൾ നമുക്ക് നല്ല കാഴ്ചകൾ സുനുഷ പ്രേക്ഷകർക്ക് കൊടുക്കുക, നല്ല വാർത്തകൾ കൊടുക്കുക. വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് സുനുഷ. മാത്രമല്ല ചിലയിടങ്ങളിലേക്ക് ഈ കാഴ്ചകളൊക്കെ കാണുമ്പോൾ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാവുന്നു എന്നാണ് പറയുന്നത്. സാന്താക്ലോസിനെ കാണുന്ന സമയത്ത് ഇവിടെയൊന്നും സാന്താക്ലോസിനൊന്നും പള്ളിയൊന്നും വിൽക്കാൻ പറ്റില്ല, ഇത് ഇന്ത്യൻ ഒന്നും അല്ല എന്നൊക്കെയാണ് പറയുന്നത്. സാന്താക്ലോസിന് എന്തിന് അതിർത്തി, സാന്താക്ലോസിന് എന്ത് രാജ്യം, അല്ലേ സുനീഷ? അപ്പോൾ സുനീഷ ഗംഭീരമാവട്ടെ, ഉഷാറാവട്ടെ. എല്ലാ കാഴ്ചകളും നമുക്ക് പ്രേക്ഷകർക്ക് നല്ല വ്യക്തമായി തന്നെ കൊടുക്കാം. സുനിഷയാണ് ഈ കാഴ്ചകൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. LMS പള്ളിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് കണ്ടത്. കൊള്ളാമല്ലേ ഗുഹ? സുനീഷ ഗുഹയിലൂടെ കയറിപ്പോയപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒന്ന് കയറി പോകണമെന്ന് തോന്നിയില്ലേ? ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു.